എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ ആ വ്യക്തിയുടെ മനസ്സുരുകുന്നു. നിങ്ങളുമായുള്ള പെർമനൻ്റ് റിയൂണിയൻ മാനിഫെസ്റ്റ് ആകുന്നു. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 അക്കങ്ങളാണ് ഫയലുകളായി. ഇഷ്ടമുള്ള ഒരക്കം ആ വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുക്കുക. അതിന് ശേഷം വീഡിയോ കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ അക്കം 346 എന്ന് പറയുന്ന അക്കം ഫയലായി സ്വീകരിച്ചയുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ ആ വ്യക്തിയുടെ മനസ്സുരുകുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്കൊരു ഉയർച്ചയും ഉണ്ടാകില്ല. അതിലൂടെ ആ വ്യക്തിക്കും ഒരു നേട്ടവും ഉണ്ടാകില്ല എന്ന് കരുതി ആ വ്യക്തി ചില ആളുകളുടെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ ചില ആളുകൾ ആ വ്യക്തിയെ നിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ലതല്ല എന്നും നിങ്ങളുമായുണ്ടാകുന്ന ബന്ധം മോശമായിരിക്കുമെന്നും ഒക്കെ പറയാതെ ആ വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ചോ, ആ വ്യക്തിയെ കൊണ്ട് അത്തരം ഒരു ധാരണ ഉണ്ടാക്കിയോ ചിലർ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർത്തിരിക്കുന്നു. അത് വിശ്വസിക്കാൻ മാത്രമേ നിങ്ങളുടെ വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ബന്ധമുള്ള ഒരാളാണെന്നും തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളാണെന്നുള്ള യാതൊരു പരിഗണനയും ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയില്ല. അതുപോലെ ആ വ്യക്തിയുടെ മനസ്സിന് ദുസ്വാധീനത്തിന് ഇരയാക്കി ചിലർ. നഷ്ടപ്പെടുത്തിയതിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് ദുഃഖം തോന്നുന്നു. തിരിച്ച് നിങ്ങളെ ലഭിച്ചിരുന്നെങ്കിൽ, തിരിച്ച് നിങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുക. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരു നിമിഷം പോലും ആ വ്യക്തിക്ക് നിലകൊള്ളാൻ കഴിയുന്നില്ല. അത്രത്തോളം ദുഃഖമുണ്ട് ആ മനസ്സിൻ്റെ ഉള്ളിൽ. സഹിക്കാതെ കഴിയില്ല. കാരണം തെറ്റുകൾ തൻ്റെ ഭാഗത്താണെന്നുള്ളത് ആ വ്യക്തിക്ക് ബോധ്യമായിരിക്കുന്നു. തന്നെ ഇത്രമാത്രം സ്നേഹിച്ച ഈ വ്യക്തിയെ താൻ വിഷമിപ്പിച്ചു, അതിൻ്റെ ഫലം തനിക്ക് അനുഭവിക്കേണ്ടി വരും എന്നിങ്ങനെയുള്ള ഒരുപാട് ദുഃഖങ്ങളുണ്ട്. പക്ഷേ പെർമനൻ്റ് റിയൂണിയനിലേക്ക് അത് എത്തുകയാണ്. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത രീതിയിൽ അനുഗ്രഹീതമായ ഒരു ബന്ധമായത് മാറുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കുടൻ വിളി വരാനും സാധ്യതയുണ്ട്. അത് രണ്ടാമത്തെ അക്കമായ 896 എന്ന അക്കം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ ആ വ്യക്തിയുടെ മനസ്സുരുകുന്നുണ്ട്. മനസ്സിൽ കുറ്റബോധത്താൽ ആ വ്യക്തിക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല. തൻ്റെ തെറ്റായ ജീവിത രീതികളാണ് തൻ്റെ വ്യക്തിയെ നഷ്ടമാക്കിയതെന്ന് ആ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്ക് വിഷമമുണ്ടായത്, ആ കാര്യങ്ങളെല്ലാം തന്നെയും മാറ്റി നിങ്ങളെ യഥാവിധി സ്നേഹിക്കാൻ ആ വ്യക്തി തയ്യാറെടുക്കുകയാണ്. നിങ്ങളിൽ നിന്ന് കിട്ടിയ സ്നേഹം ഇല്ലാതായപ്പോൾ പകരം ആ സ്നേഹം നൽകാൻ ആരുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കി സാധിച്ചിരിക്കുന്നു. നിങ്ങളെ മനസ്സുരുകി സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും മാത്രമേ ആ വ്യക്തി ആലോചിച്ചിട്ടുള്ളൂ. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി, എത്ര പ്രതിസന്ധികളുണ്ടായി. ആ ഘട്ടത്തിലൊക്കെ നിങ്ങൾ നൽകിയ സ്നേഹം അന്ന് വില കൽപ്പിച്ചില്ല. ആ സ്നേഹത്തിന് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എല്ലാവരും ഇതുപോലെ തനിക്ക് സ്നേഹം നൽകും, എല്ലാവരും ഇതുപോലെ തന്നെ സംരക്ഷിക്കും. തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മോശം ബന്ധവും മോശം ആകർഷണവുമാണ് ഈ വ്യക്തി എന്നൊക്കെ കരുതിപ്പോയി. അങ്ങനെ നിങ്ങളെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ അവഗണിച്ചു. ഇപ്പോൾ ആ വ്യക്തി അതെല്ലാം അറിഞ്ഞിരിക്കുന്നു. കാര്യങ്ങളൊക്കെ തൻ്റെ തെറ്റാണ്, തൻ്റെ തെറ്റുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. തനിക്കിനി തുടർന്ന് ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, തെറ്റുകൾ തിരുത്തണമെന്ന് ആ വ്യക്തിക്ക് ബോധ്യം വന്നിരിക്കുന്നു. പെർമനൻ്റായിട്ട് ഇനി ഒരിക്കലും
പിരിയാത്തതായൊരു ബന്ധമായി ഈ ബന്ധം മാറുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മാറിയതെല്ലാം മാറുകയാണ്. ഇപ്പോൾ ആ വ്യക്തി കണിശമായി മനസ്സിലാക്കിയിരിക്കുന്നു, ചിന്തിക്കുന്നു, തൻ്റെ വ്യക്തി തൻ്റേത് മാത്രമാണ്. അവിടെയല്ലാതെ തനിക്കൊരു സമാധാനം കിട്ടില്ല. റീയൂണിയനിലേക്ക് കാര്യങ്ങൾ വരികയാണ്. വേദനിച്ച നിങ്ങളുടെ മനസ്സിനെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുകയാണ്, ഒരുപാട് വിഷമിക്കുകയാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒന്നാകാനും, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇനിയൊരിക്കലും പിരിയാത്ത രീതിയിൽ ഒരു ഉറച്ച ജീവിതമാകാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളില്ലാതിരുന്നപ്പോൾ നിങ്ങളുടെ വില കൃത്യമായി അറിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ കൂടുതലൊന്നും അറിയാനില്ല. ഇനിയും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ആ വ്യക്തിയിൽ വന്നിരിക്കുന്നു. ആ വ്യക്തി റീയൂണിയനും ഇനിയൊരിക്കലും അകലാത്ത രീതിയിലുള്ള ബന്ധത്തിനായാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.